തൻ്റെ വിരൽത്തുമ്പാൽ അവളുടെ താടിയിൽ പിടിച്ച് ഉയർത്തിയവൻ അവളുടെ കിടക്കുന്ന മിഴികളിൽ മിഴി നട്ടു. ആ മിഴികളിൽ അവൻ ഒരു സാഗരം തന്നെ കണ്ടു, പ്രണയത്തിൻ്റെ സാഗരം. അവൻ ആ സാഗരത്തിൽ അലിഞ്ഞു. പതിയെ അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു. തൻ്റെ അടുത്തേക്ക് താഴ്ന്നു വരുന്ന തൻ്റെ ഇച്ഛൻ്റെ മുഖം അവളിൽ വിറയൽ നീർത്തു. കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ കൈകൾ അവൾക്ക് മുറുകി. അവൻ അവളുടെ മനോഹരങ്ങളായ റോസ് ഇതളുകളിൽ കണ്ണുകൾ നട്ട് അതിലേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. പതിയെ ആ ദളങ്ങളിൽ ഒന്നിനെ വായിൽ ആക്കി നുണഞ്ഞു തുടങ്ങി. നേർത്ത, ഒട്ടും വേദനിപ്പിക്കാതെയുള്ള ചുംബനമായിരുന്നു അത്. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൾ അവനെ തൻ്റെ കൈകളാൽ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ആ കൈകൾ പിടിച്ചു മാറ്റി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുകൾ ചിമ്മിയവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു. അവൻ അവളെ നേർത്തു ചുംബിച്ചു കൊണ്ടിരുന്നു. പതിയെ അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു. അത് അറിഞ്ഞതും അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ നിന്നും അടർന്നു മാറി അവളുടെ ഇടുപ്പിലായി പിടിമുറുക്കി. തൻ്റെ നഗ്നമായ ഇടുപ്പിൽ അവൻ്റെ കൈകളാൽ അമർന്നതും അതറിഞ്ഞ് അവളിൽ തീർത്തു. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചമർത്തി. അവളുടെ ആ പ്രവൃത്തി അവനിലേക്ക് ആവേശം കൂട്ടി. അവൻ അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും നെറ്റിത്തുണഞ്ഞുകൊണ്ടിരുന്നു. അവളിൽ ശ്വാസം വില്ലനായതും ചുണ്ടുകളിൽ നിന്നും അടർന്നു മാറിയവൻ അവളുമായി ആ കട്ടിലിലേക്ക് മറിഞ്ഞു. തൻ്റെ മുകളിൽ കുറുമ്പോടെ കിടക്കുന്ന അവനെ മിഴിച്ചു നോക്കിയ അവളുടെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചവൻ അവളുടെ സാരിത്തുമ്പിലായി കൈവച്ചതും അവൾ അലറി വിളിച്ചു. അവളുടെ ആ അലർച്ചയിൽ അവൻ ആ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ശ്വാസം വലിച്ച് വിട്ട് തൻ്റെ ഹൃദയമിടിപ്പിനെ വരുത്തി അവൻ ശ്രമിച്ചു. ആ സമയം അങ്ങ് ദൂരെ ഒരുവളും അതേ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിരുന്നു. അവളുടെ അലർച്ച കേട്ട് ഓടി വന്നവർ അവളുടെ ചുറ്റുമായി നിറഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നത്? ഒന്നുമില്ല അച്ഛൻ, ഞാനൊരു സ്വപ്നം കണ്ടതാ. പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കണ്ട മോളെ. രാത്രി എന്നിട്ട് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ കിടന്ന് അലറുകയാണോ? അച്ഛൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ അത് പറഞ്ഞ് വഴക്ക് പറഞ്ഞതും അവൾ അമ്മയെ ഇളക്കിയൊന്ന് ചിരിച്ചു. ചേട്ടനോട് ഈ വഴക്കിൽ നിന്നും രക്ഷിക്കാനായി കൊഞ്ചി. അവളുടെ ആ ദയനീയമായ മുഖം കണ്ടതും അവളുടെ ഏട്ടൻ മുന്നോട്ട് വന്നു. എൻ്റെ അമ്മയെ, അവളൊരു സ്വപ്നം കണ്ടതല്ലേ. അവളെ ഒരു സ്വപ്നം കാണാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? നീ മിണ്ടരുത്. അവളുടെ ഓരോ കുസൃതിക്കും കുട പിടിച്ചു കൊടുക്കുന്നത് നീയാണ്. അവളുടെ എല്ലാ കുസൃതികളും കണ്ടില്ല എന്ന് നടിച്ചാൽ മതി. ഡീ, നീ പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നത്? അവൾ എൻ്റെ മകളാ. അവൾ നല്ല രീതിക്കേ പോകൂ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ആ, ഇനി എല്ലാവരും പോയി കിടക്കാൻ നോക്കിക്കൂ. എല്ലാവരെയും പറഞ്ഞയച്ച് അവൾ പതിയെ ഉറക്കത്തിലേക്കായി.